പ്രിയപ്പെട്ടവർ, ദ ട്രൂത്ത് ടാഗ് ചാനലിൻ്റെ ജാഗ്രത എന്ന സംപ്രേഷണ പരിപാടിയിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന എപ്പിസോഡ് 3-ാം എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നേട്ടങ്ങൾ കൊയ്യാനായിട്ട് അർഹതയില്ലാത്തവർ കടന്നു വരികയും നിർണായകമായ സ്ഥാനങ്ങളിൽ അവർ കടന്നു കൂടുകയും രാജ്യത്തിൻ്റെ ഗതിയെ നിയന്ത്രിക്കാൻ ഇടപെടുകയും ചെയ്തു എന്ന് നമ്മൾ പറയുണ്ടായി. ഇത് പലയിടത്തും ചരിത്രമായിട്ടൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും നമുക്കറിയാം, ആ കാലം എൻ്റെയൊക്കെ ഏറ്റവും ചെറിയ ഒരു 10 വയസ്സിന് താഴെ 1956 കാലഘട്ടങ്ങളിൽ കേരളം ഒരു സംസ്ഥാനമാകുമ്പോൾ സംസ്ഥാനങ്ങളുടെ പുനർനിർണയം നടന്നു. അന്ന് കേരളത്തിൻ്റെ തെക്കൻ ജില്ല, അതായത് നമ്മുടെ കന്യാകുമാരി ജില്ലയിൽ ഇന്നത്തെ തിരുവനന്തപുരത്തിൻ്റെ കുറേ ഭാഗങ്ങൾ തമിഴ്നാട്ടിലേക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു. പകരമായിട്ട് നമുക്ക് കർണാടകത്തിൽ നിന്ന്, ഇന്നത്തെ മൈസൂരിൽ നിന്ന് കാസർഗോഡ് ലഭിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് മൂന്നാർ ദേവികുളം താലൂക്കുകൾ ലഭിക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് അന്നത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ യാത്രാ സൗകര്യങ്ങളില്ല, റോഡ് നല്ല ഗതാഗത മാർഗങ്ങളില്ല, വാർത്താവിനിമയ സംവിധാനങ്ങൾ വളരെ ചുരുക്കമാണ്. നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഓർക്കുന്ന പോലെ നമുക്ക് കമ്പി ആഫീസ് എന്ന് പറയും, ഡാക്കർ എന്ന് പറയും. താർ എന്ന് പറഞ്ഞാൽ കമ്പി, ഡാക്ക് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ്. നാട്ടുപുറങ്ങളിലെ വളരെ അപൂർവമായിട്ട് കാണാറുള്ള ഒരു ഓഫീസാണ് കേന്ദ്ര ഗവൺമെൻറ് ഇന്നത്തെ കമ്പി തപാൽ ഓഫീസ്. ചുവന്ന പെട്ടിയും ഒരു ബോർഡും ഒക്കെ ആയിട്ട് നമുക്കന്ന് വാർത്താവിനിമയത്തിന് ഉള്ള ഏക ആശ്രയം ഈ കമ്പി തപാൽ ഓഫീസുകളായിരുന്നു. വേണ്ടത്ര വിദ്യാഭ്യാസം സിദ്ധിക്കാഞ്ഞതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ പരിപാടികളൊക്കെ വളരെ താളത്തിലായിപ്പോയി. വേണ്ടത്ര അധ്യാപകരില്ല, പരിശീലനം ലഭിച്ചവരില്ല, സ്കൂളുകൾ തുടങ്ങാനായിട്ട് നമുക്ക് വേണ്ടത്ര പണമില്ല. സർക്കാർ തലത്തിൽ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുടങ്ങാൻ കഴിയാഞ്ഞതുകൊണ്ട് സ്വകാര്യ മേഖലകളിൽ, പ്രത്യേകിച്ചും ക്രൈസ്തവ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ കുറേ വിദ്യാലയങ്ങളൊക്കെ ഉണ്ടായത് പള്ളിക്കൂടം എന്നറിയപ്പെടുന്നു. പള്ളിക്കൂടം എന്ന് പറഞ്ഞാൽ ഒരു പള്ളിയോട് ചേർന്നുള്ള പരിശീലന കേന്ദ്രം അല്ലെങ്കിൽ പഠന കേന്ദ്രം. ഇങ്ങനെ പള്ളിക്കൂടങ്ങൾ ഒക്കെ ഉണ്ടായി. വളരെ അരിഷ്ടിച്ച് ദാരിദ്ര്യത്തൊക്കെയാണ്. ലോകമെല്ലാം അങ്ങനെയാണെന്ന് കാര്യം. യൂറോപ്പിലൊക്കെ വ്യവസായ വിപ്ലവം നടന്ന് അവിടെയൊക്കെ തുണിമില്ലുകളും ഉരുക്കുമില്ലുകളും കൽക്കരിയിൽ കൊണ്ട് ഉള്ള വൈദ്യുതി ഉൽപ്പാദനവും ഒക്കെ നടക്കുന്നു. അത് എത്ര ഉള്ളു നമുക്ക് വൈദ്യുതി രംഗത്ത്, അതായത് ഊർജ്ജ രംഗത്തും ഒക്കെ വളരെ ക്ഷാമമാണ്. ഇങ്ങനെയുള്ള ഒരു പരിസ്ഥിതിയിലൂടെയാണ് നമ്മുടെ രാജ്യവും കടന്നു പോകുന്നത്. കാർഷിക രംഗത്തൊക്കെ നമുക്ക് ശാസ്ത്രീയമായ കൃഷി രീതികളില്ല. കാർഷിക ഉൽപ്പന്നങ്ങളുണ്ടെങ്കിൽ അത് വിറ്റഴിക്കാൻ മാർക്കറ്റുകളില്ല. ഇത് നമുക്ക് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളുമില്ല. തുറമുഖങ്ങൾ വേണം, വിമാനത്താവളം വേണം, റെയിൽവേ സർവീസ് വേണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് വളരെ അരിഷ്ടിച്ച് നമ്മുടെ ജീവിതം കഴിയാണ്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ, റബ്ബറാകട്ടെ, കുരുമുളക്, ചുക്ക്, ഏലം, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷ്യധാന്യങ്ങൾ, പഞ്ചസാര, ചണം, ഇതൊക്കെയാണെന്ന് നമുക്ക് വിദേശത്തേക്ക് അയച്ച് നമ്മുടെ വിപണിയിൽ നമുക്ക് വരുമാനം ഉണ്ടാകാനായിട്ട് ഉള്ളായിരുന്നു മാർഗ്ഗങ്ങൾ. ഇവിടെ ക്രമേണ നമ്മുടെ ഈ വിദേശ വിദ്യാഭ്യാസവും ടെക്നോളജിയൊക്കെ നമ്മുടെ രാജ്യത്തേക്കും കടന്നു വന്നു. നമുക്ക് പുരോഗതിയുടെ ഉണ്ടായി. പക്ഷെ അപ്പോഴും ഉണ്ടായ പുരോഗതിയിലെ നല്ല ഫലങ്ങളൊക്കെ ഒരു വിഭാഗം ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. കാരണം ഒരു സാമൂഹ്യ മാറ്റം നമ്മുടെ നാട്ടിൽ കാര്യമായിട്ട് നടന്നിട്ടില്ല. സമൂഹം അന്നും ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഉച്ചനീചത്വങ്ങളും തൊട്ടു തീണ്ടായ്മകളും ഏറ്റക്കുറച്ചിലുകൾ, സാമ്പത്തികമായ അന്തരങ്ങൾ, ഇതൊക്കെ നിലനിൽക്കുകയാണ്. അപ്പം അങ്ങനെ ഉള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തി പ്രാപിക്കുന്നത്. സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ അവകാശങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. അത് ഒരു വിദ്വേഷത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും സംസ്കാരത്തിലേക്ക് വളർന്ന് സമൂഹത്തിന് വലിയ നാശവും ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് തുടങ്ങിയ കക്ഷികൾ മൊത്തത്തിൽ പൊതുവെ മുന്നോക്കക്കാരും സമ്പന്നരും പ്രമാണികളുമായിട്ടുള്ള ആൾക്കാരുടെ പാർട്ടിയായിട്ട് നിന്നു. മതവും മത മേലധ്യക്ഷന്മാരും ഒക്കെ കോൺഗ്രസിനോട് പിന്തുണ കൊടുത്തു. എന്നാലൊരു സംഘടിതമായ രീതിയിൽ കോൺഗ്രസ് പാർട്ടി, ആരോഗ്യകരമായ രീതിയിൽ ആ പാർട്ടി പിന്നീട് സ്വാതന്ത്ര്യ അനന്തര ഭാരതത്തിൽ അവർക്ക് സംഘടിക്കാനോ അല്ലെങ്കിൽ അതിനെ വളർത്തിയെടുക്കാനോ അവർക്ക് കഴിയുന്നില്ല. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് 1957 സഖാവ് EMSൻ്റെ നേതൃത്വത്തിൽ ഒരു ലോകത്താദ്യമായിട്ട് ബാലറ്റ് പേപ്പറിലൂടെ, തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തുന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ സഖാവ് EMSൻ്റെ നേതൃത്വത്തിലുള്ളതായിരുന്നു.
ആ മന്ത്രിസഭ ശരിക്കും പറഞ്ഞാൽ വളരെ പ്രഗത്ഭരായ ഒട്ടനവധി ആൾക്കാരെ ആ മന്ത്രിസഭയിലെ അംഗങ്ങളായിരുന്നു. ജോസഫ് മുണ്ടശ്ശേരി, BR കൃഷ്ണയ്യർ തുടങ്ങി എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല, പലരുടെയും പേര് ഓർമ്മ. വളരെ നല്ല പ്രഗത്ഭരായ നിസ്വാർത്ഥമതികളായ ദേശീയ ബോധമുള്ള ജനസ്നേഹികളായ നേതാക്കന്മാർ ആ മന്ത്രിസഭയിലുണ്ടായിരുന്നു. ശ്രീമതി നമ്മുടെ ഗൗരിയമ്മയൊക്കെ ആ മന്ത്രിസഭയിലുണ്ടായിരുന്നതായിട്ട് ഓർക്കുന്നു. അന്തരിച്ചു പോയ ഗൗരിയമ്മ, TV തോമസ് ഒക്കെ ആ മന്ത്രിസഭ, MN ഗോവിന്ദൻ നായർ ഒക്കെ ആ മന്ത്രിസഭയിലുണ്ടായിരുന്നതായിട്ട് ഓർക്കുന്നു. ആ ഒരു മന്ത്രിസഭയ്ക്ക് അവിടെ സംഭവിച്ചത്, അധികാരം കിട്ടിയപ്പോഴത്തേക്കും പാർട്ടി ഭരണത്തിൻ്റെ എല്ലാ തലങ്ങളിലും കയറി ഇടപെട്ടു. പാർട്ടി ഇടപെട്ട് കഴിഞ്ഞപ്പോൾ എല്ലാ തലത്തിലും, ഭരണത്തിൻ്റെ എല്ലാ തലങ്ങളിലും, പോലീസ് സ്റ്റേഷനുകളായാലും സർക്കാർ ഓഫീസുകളിലായാലും എവിടെ ചെന്ന് കഴിഞ്ഞാലും പാർട്ടിയുടെ ഇടപെടലില്ലാതെ ഒരു കാര്യം നടക്കുകയില്ല എന്നുള്ള നിലയിലേക്ക് വന്നു. പാർട്ടിക്കാരുടെ, പ്രവർത്തകരുടെ നിയമവിരുദ്ധമായ പ്രവൃത്തികളിലൂടെയുള്ള അടിച്ചമർത്തലുകളും ജനദ്രോഹപരമായ പരിപാടികളും ഒക്കെ വന്ന് ഒരു ജനജീവിതത്തെ സാരമായിട്ട് ബാധിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സമരമുണ്ടായി, വിമോചന സമരം. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിടിയിൽ നിന്നും നാടിനെ രക്ഷിക്കുക എന്നുള്ള ആഹ്വാനത്തോടുകൂടി NSSൻ്റെ അന്നത്തെ നേതാവ്, ഒരുപക്ഷെ NSS എന്ന് പറയുന്ന സംഘടന ഈ രീതിയിലാക്കിയെടുത്തത് ശ്രീ മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരിയിലെ പെരുന്നേലുള്ള ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിലായിരുന്നു. അക്കാലത്ത് നായർ സമുദായം പൊതുവെ സാമ്പത്തികമായിട്ട് പിന്നോക്കം പോയിരുന്നു. അവരുടെ ഒരു പ്രത്യേക ഇതുണ്ടായിരുന്നത് മരുമക്കത്തായം എന്നുള്ള ഒരു സാമൂഹ്യ ജീവിതക്രമം. അതായത് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ പോയി താമസിക്കണം. അമ്മാവനാണ് അവിടുത്തെ, ഭാര്യയുടെ അമ്മയുടെ ആങ്ങളെയോ ഒക്കെയാണ് അവിടുത്തെ ആ തറവാട്ട് കാരണവർ. അങ്ങനെ ആ രീതിയിൽ വന്നപ്പോഴത്തേക്ക് ഇവർക്ക് അധ്വാനിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു താല്പര്യം ഇല്ലാതായി. ആ സമൂഹം, നായർ സമൂഹം തകർന്നു, തകർച്ചയുടെ വക്കിലെത്തി. അങ്ങനെ തകർന്ന് രാജഭരണകാലത്ത് വളരെ വലിയ ഐശ്വര്യത്തിലും സമൃദ്ധിയിലും കഴിഞ്ഞിരുന്ന നായർ കുടുംബങ്ങളൊക്കെ സാമ്പത്തിക മാന്ദ്യത്തിൽപ്പെട്ട് തകർച്ചയുടെ വക്കിലെത്തി. അക്കാലത്താണ് ശ്രീ മന്നത്ത് പത്മനാഭൻ, അദ്ദേഹം പൊതുരംഗത്തേക്ക് ഇറങ്ങി ഈ സമുദായങ്ങളെയൊക്കെ കണ്ട് നായർ സർവീസ് സൊസൈറ്റി എന്നുള്ളൊരു സംഘടന സ്ഥാപിച്ച് വലിയ മാറ്റം. ആ ഒരു സമൂഹം, നമ്മുടെ സാമൂഹിക ക്രമത്തിൽ സമുദായം വളരെയേറെ മുന്നോട്ട് കടന്നു വന്നു. അപ്പോൾ അതിൽ ഒരു വിഭാഗം ആൾക്കാർ, പ്രത്യേകിച്ചും ഈഴവ സമുദായങ്ങൾ, അവരൊക്കെ കൂടുതലും മദ്യവ്യവസായത്തിലും ചിത്തുതൊഴിലാളികളായിട്ടും അങ്ങനെയുള്ള രംഗത്തൊക്കെ അവർ മുന്നോട്ട് വന്നു. ക്രിസ്ത്യൻ വിഭാഗങ്ങൾ വിദ്യാഭ്യാസത്തിലും സ്കൂൾ നടത്തിപ്പിലും ഒക്കെ കേന്ദ്രീകരിച്ചു, കൃഷിയിലും ഒക്കെ കേന്ദ്രീകരിച്ച് അവരും ആ തരത്തിൽ വളർന്നു വന്നു. നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ കൂടുതലായിട്ടും അവരുടെ അടിസ്ഥാന തൊഴിൽ ഇതായിട്ട് വ്യാപാരങ്ങളിലും ഒക്കെ ഇവിടെ പ്രവർത്തിച്ച് അവരും അവരുടെ ജീവിതം കുറേ മെച്ചപ്പെടുത്തി. അപ്പോൾ ഇങ്ങനെയൊക്കെ സാമുദായികമായ വളർച്ച ഉണ്ടായപ്പോൾ അവിടെ നമുക്ക് സെക്കുലറിസം എന്ന, അതായത് മതേതരമായ കാഴ്ചപ്പാടിന് ഒരു വലിയ മാന്ദ്യമുണ്ടായി. ഇത് നമ്മുടെ വളർച്ചയെ സാരമായിട്ട് ബാധിക്കുകയും ചെയ്തു. കാരണം ഈ പിന്നോക്ക, അതിൽ സംവരണം കൊണ്ടുവരണം, പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ സാമൂഹ്യമായ വളർച്ചയ്ക്ക് സംവരണം ആവശ്യമാണ്. നമ്മുടെ ഭരണഘടനയിൽ അത് എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും സംവരണ ആനുകൂല്യങ്ങൾക്കും മറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള മത്സരം, കിടമത്സരം സമൂഹത്തിലാകമായിട്ടുണ്ടായി. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്യം ഒരു സോഷ്യലിസ്റ്റ് സമൂഹം, സോഷ്യലിസം എന്നുള്ള വാക്ക് നമ്മൾ പിന്നീട് എഴുതി ചേർത്താണ്. സോഷ്യലിസം, സെക്യുലറിസം എന്നുള്ള വാക്കുകളൊക്കെ 1976 ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നമ്മുടെ ഭരണഘടനയിൽ പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വലിയൊരു സാമൂഹ്യ മാറ്റത്തിലൂടെ നമ്മുടെ നാട് കടന്നു പോവുകയാണ്. തൊഴിലവസരം കുറവ്, കിട്ടാവുന്ന തൊഴിലെന്ന് പറഞ്ഞാൽ പട്ടാളത്തിൽ പോയാൽ ജോലി കിട്ടും, അല്ലെങ്കിൽ റെയിൽവേയിലൊക്കെയുള്ള ചെറിയ ജോലികളൊക്കെ കിട്ടും, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടിൽ കണ്ടക്ടറായിട്ട് അല്ലെങ്കിൽ ഒക്കെ കിട്ടും, സ്കൂളുകളിൽ അധ്യാപകരായിട്ട് ജോലി കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള വളരെ പരിമിതമായ ജോലി സാധ്യതകളും ഒക്കെ ഉള്ളൂ. വ്യവസായങ്ങളൊക്കെ വളരെ കുറവ്. അപ്പോൾ നമ്മുടെ ഈ വളർച്ചയുടെ ഒരു കിതപ്പിലാണ്, രാജ്യം ഒരു കിതപ്പിലൂടെ കടന്നു പോവുകയാണ്. കേരളം കുറച്ചൊക്കെ മെച്ചപ്പെട്ടെങ്കിലും വടക്കേന്ത്യയിലൊക്കെ വളരെ കൊടിയ ദാരിദ്ര്യം അന്ന് നിലനിന്നിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു എപ്പിസോഡ്, 3-ാം എപ്പിസോഡിൽ ഇവിടെ അവസാനിപ്പിക്കുന്നു. 4-ാം എപ്പിസോഡിലേക്ക് കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.